ഹലോ വെൽക്കം ടു അവർ ചാനൽ റിവീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടോ? നല്ല ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ, നല്ല ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. ലൈറ്റ് ബാക്കിലാണുള്ളത്. ഞാൻ ടേബിൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്, അല്ലെങ്കിൽ അവിടെ ആയിരുന്നു ടേബിൾ എടുത്ത് നോക്കുന്നത്. നല്ല ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ വീഡിയോസ് ഇടയ്ക്ക് എടുക്കുന്ന ടൈമിൽ ലൈറ്റ് ഇഷ്യൂസിന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ് നോക്കാം. 8 ഓഫ് വാൻസിന്റെ എനർജീസ് ആണ് കേട്ടോ. 8 ഓഫ് വാൻസ് മീൻസ് എന്താണ്? കമ്മ്യൂണിക്കേഷനാണ് 8 ഓഫ് വാൻസ് കാണിക്കുന്നുള്ളത്. സോ ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ എനർജീസ്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ കോൺടാക്ട് ഇല്ല, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, ഒരു ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ ലെസ് കോൺടാക്റ്റിലാണെങ്കിലും സെപ്പറേഷനിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. കാരണം ഞാൻ ഈ ഒരു റീഡിംഗ് ചെയ്തിട്ടുള്ളത് ടൈംലെസ് ആയിട്ടാണ്. ഓക്കെ, ടൈംലെസ് ആയിട്ടാണ് റീഡിംഗ് ചെയ്തിട്ടുള്ളത്. സോ ഡോണ്ട് വറി, അതോർത്തിട്ട് നിങ്ങൾ വറീഡ് ആവുകയും വേണ്ട. അയ്യോ റീഡിങ്സ് എന്താ ഞങ്ങൾ കോണ്ടാക്റ്റിലല്ലോ, ലൈക്ക് കോണ്ടാക്റ്റിലില്ല, ഫുൾ സെപ്പറേഷൻ ആണ്, ബ്രേക്കപ്പ് ആണ്, അതോർത്തിട്ട് വറീഡ് ആവണ്ട. ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളുമായിട്ട് ഈ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസയർ ഉണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ 8 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 8 ഡേയ്സിനുള്ളിൽ 8 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ ആക്ഷൻ ആണല്ലോ, ഒരു മൂവ്മെന്റ് ആണ് കാണുന്നുള്ളത്. സോ എന്താ പറയാ, ഈ ഒരു വ്യക്തി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഗോയിങ് വിത്ത് ഫ്ലോയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഗോയിങ് വിത്ത് ഫ്ലോയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ റീസൺ. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി, അതായത് യൂണിവേഴ്സ് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഹൈ വൈബ്രേഷൻ ഈ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക്, ഈ ഒരു എനർജി ഫ്ലോയെ ഈ ഒരു വ്യക്തിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. വെരി സിമ്പിൾ. ഓക്കെ, റൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജീസ് ആണ്. നമ്മൾ വേണമെങ്കിൽ പറയാം, നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ അടുത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഡെസ്പറേറ്റ്ലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിപ്പം കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, സോ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഇവിടെ മെർക്കുറി എനർജീസ് ആണ് കാണുന്നത്. മെർക്കുറി എന്താണ്? മെർക്കുറി കമ്മ്യൂണിക്കേഷനാണ് പറയുന്നുള്ളത്. സോ ലൈക്ക് മെജിഷ്യനുമായിട്ട് കണക്റ്റഡ് ആണ് മെർക്കുറി. മെജിഷ്യനും കമ്മ്യൂണിക്കേഷനെയാണ് പറയുന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു കാർഡ്സിൽ, അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഫയർ സൈൻ ആക്റ്റീവ് ആണ് കേട്ടോ. ജെമിനി, സോറി, ഏരീസിലെയോ സജിറ്റേറിയസ്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ സ്റ്റാർ ആയിരുന്നു. ഈ സ്റ്റാർ ഒരു തരത്തിൽ ഹോപ്പിനെയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഹോപ്പിന് വകയുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് സ്റ്റാർ കാണിക്കുന്നുള്ളത്. ഹോപ്പ് ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. ബിക്കോസ് ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഹീൽ ആവണമെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേണം ഇവർ ഹീൽ ആവണമെങ്കിൽ. Please guide me, please guide me. ഈ ഒരു വ്യക്തി ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. ഇവിടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, മൊത്തത്തിൽ ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇവരൊന്നും അത്ര ഒരു തരത്തിലുള്ള ഫീലിങ്സിനെ ഇമോഷൻസിനെ ഈ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഇവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇവര് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുന്നുണ്ടാവും, ഇവരുടെ ലൈഫിൽ സെറ്റിൽ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഇത് ശരിക്കും അവരാ കാണിക്കുന്ന കാര്യങ്ങളൊന്നും റിയൽ അല്ല. ഇവര് ശരിക്കും ഇവരുടെ മനസ്സ്, നമ്മൾ പറയത്തില്ലേ മനസ്സിലൊരു ഹാപ്പിനെസ്സും ഇല്ല. മൊത്തത്തിലൊരു റിഗ്രഷൻ, ഈ വ്യക്തിക്ക് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് പറയണം മാം അയാൾക്ക് ഒരു റിഗ്രഷനും ഇല്ല അയാൾ ചെയ്ത കാര്യത്തിന്. ഇനി അയാൾക്ക് റിഗ്രഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ 5 ഡേയ്സിനുള്ളിൽ നിങ്ങളോട് ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ലൈക്ക്
ഇവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും, ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ളതൊരു തീരാ നിങ്ങൾ നഷ്ടപ്പെട്ടതൊരു എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു നമ്മൾ പറയും തീരാ നഷ്ടമായി പോയി എന്ന് പറയല്ലേ. അങ്ങനത്തെ ഒരു എനർജിയിലായി ഒരു വ്യക്തി നിൽക്കുന്നത്, വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ മൊത്തത്തിലൊരു ഹാപ്പിനെസ് ഇല്ല, ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും സെയിം എനർജീസ് ആണ്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും സെയിം എനർജീസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്. അവിടെ ഈ ഒരു വ്യക്തിക്ക് ഹോപ്പ് ഇല്ല ഒട്ടും തന്നെ. ലൈക്ക് ഈ ഒരു കണക്ഷനിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇതിലിപ്പം എന്ത് ചെയ്താലാ ഈ ഒരു കണക്ഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്, എന്ത് ചെയ്താലാ ഇവിടെ ഒരു എന്താ നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് കണക്ട് ആവുന്നത്, ഈ ഒരു കണക്ഷനിൽ ഒരു ജീവൻ വെക്കുന്നത് എന്ത് ചെയ്താലാണ് എന്നൊക്കെ ഉള്ള ഒരു മൊത്തത്തിലൊരു ഡൗട്ടിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഇയാളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഒരു കണക്ഷൻ ഓവറോൾ എനർജീസ് നോക്കുമ്പോൾ പോലും ഇയാൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യെസ്, ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല. മൊത്തത്തില് എല്ലാം അവസാനിച്ചു. ഇതിന്റെ മിസ്റ്റേക്സ്, ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്. ഇപ്പൊ ആണെങ്കിലും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും നമ്മൾ പറയത്തില്ലേ, നിങ്ങളെ പറ്റിച്ചിട്ട് പോയ ടൈമിൽ ഇവർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനങ്ങ് ഹാപ്പി ആയിക്കോളും എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഇയാൾ ഇരുന്നിട്ടുള്ളത്. പക്ഷെ ഇയാൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിക്കുള്ള ഒരു എനർജി ആയിരുന്നു ഇവിടെ ടേൺ ഔട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആണ് ഇവിടെ ടേൺ ഔട്ട് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇയാൾ എക്സ്പെക്ട് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം ഇവരിപ്പോ എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ സ്റ്റിൽ എവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ പറയത്തില്ലേ, നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തകർത്ത് ചില കാര്യങ്ങളുണ്ടാവില്ല, വണ്ടറടിച്ചു പോകും നമ്മൾ. ആ ഒരു എനർജിക്കാണ് ഇവിടെ ഈ ഒരു വ്യക്തികൾ ഇത് വണ്ടറടിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഇമോഷൻസും ഇല്ല നിൽക്കുന്നത് കൊണ്ട് അത് ഓർത്തിട്ട് വണ്ടറടിക്കുകയാണ്, എങ്ങനെ ഇയാൾ ഇത്രയും ചേഞ്ച് ആയെന്നുള്ള രീതിക്ക്. അത് മാത്രമല്ല ചില സമയത്ത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതേ, ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടും കാര്യമില്ല, എല്ലാം തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ മൊത്തം തെറ്റായിരുന്നു, അപ്പം ഇനിയിപ്പം മൊത്തത്തിൽ തോറ്റു എന്നുള്ള ഒരു എനർജി. ചില സമയത്ത് നമുക്ക് രണ്ട് തോട്ട്സ് വരുമല്ലോ, അവിടെ നമുക്ക് ഒരു തരത്തിൽ ഹോപ്പ് ഫീൽ ചെയ്യും, ഒരു തരത്തിൽ നമുക്ക് ഫെയിലിയർ ഫീൽ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫെയിലിയർ ആയി ഒരു വ്യക്തിക്ക് ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. ഫെയിലിയർ ഫീൽ ചെയ്യുന്ന ടൈമിൽ എന്താണ് ചെയ്യുന്നത്, ലൈക്ക് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള ഒരു എനർജി. അതേസമയം ഇവർക്കൊരു ഹോപ്പ് ഉണ്ടെന്നുള്ള ഒരു ചിന്ത വരുമ്പോഴേക്കും ഒരു വ്യക്തിക്ക് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എല്ലാം സോർട്ട് ഔട്ട് ആകും. അപ്പൊ ആ ഒരു ടൈമിൽ ഇവിടെ ഒരു ഹോപ്പ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു പേഴ്സന്റെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലേക്കോ ചില വാട്ടർ ബോഡീസ് ഉള്ളിടത്ത്, ജലാശയങ്ങളുള്ളിടത്തൊക്കെ ആയിരിക്കാം താമസിക്കുന്നുള്ളത്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? കിങ് ഓഫ് സോർഡ്സ്. ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള മനസ്സില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എക്സ്പ്രസ് ചെയ്യത്തില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് ഈ വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. സോ നമ്മൾ പറയത്തില്ല, മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജി, കൂളാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ഓക്കെയാണ്, ഫൈനാണ്, ഹോണസ്റ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും ഈ ഒരു കണക്ഷനിൽ ജെനുവിൻ ആയിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, ബട്ട് എനിക്കറിയില്ല എന്താണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നതെന്ന്. പക്ഷെ ഇവര് വിചാരിക്കുന്നത് ഞാൻ എപ്പോഴും ഈ ഒരു കണക്ഷനിൽ ലോയൽ ആയിട്ട് നിന്നിട്ടുണ്ട്. ഈ ഒരു എനർജിയിലാണ് ഇവരിവിടെ നിൽക്കുന്നത് കേട്ടോ. കാർഡ് എടുക്കുന്ന ടൈമിൽ എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഞാൻ ഈ ഒരു കണക്ഷനെ ഭയങ്കര ഹോണസ്റ്റ് ആയിരുന്നു, ഹോണസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജി. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഇമോഷണൽ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ
പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈം. സോറി ചിരിച്ചതിൽ കേട്ടോ. പക്ഷെ ഭയങ്കരമായിട്ടും ഒരു നേരം ഇയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാനാണ് തെറ്റുകാരെന്ന്, ഒരു നേരം ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ലോയലായിട്ട് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുണ്ട്, എന്നിട്ടും ഈ ഒരു കണക്ഷൻ പോയിട്ടില്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് അല്ല എന്നും പറഞ്ഞ് ഈഗോ എടുത്തിരിക്കും. ലൈക്ക് ഒരു കിങ് ഓഫ് സോൾസ് ഇരിക്കുന്നത് കണ്ടില്ലേ? സി കിങ് ഓഫ് സോൾസിന്റെ ഇരിപ്പ് കണ്ടോ? ഇങ്ങനെയാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എക്സ്പ്രസ് ചെയ്യിക്കാനുള്ള മനസ്സില്ല. ചില സമയത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമില് സ്റ്റക്ക് ഫീൽ ചെയ്യാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരണം, പക്ഷെ എങ്ങനെ ആക്ഷൻ എടുക്കണമെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്ക് എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെ വരുന്ന വഴിക്ക് എങ്ങനെ എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാരിറ്റി ഇല്ലായ്മ. ഒരു സമയത്ത് ഇയാൾക്ക് ഭയങ്കര മെന്റൽ ക്ലാരിറ്റി വരും, ഒരു സമയത്ത് ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മെന്റൽ ക്ലാരിറ്റി കൊണ്ട് വരുന്ന ടൈമിലായിരിക്കും ഈ ഒരു ടൈമിൽ മെന്റൽ ക്ലാരിറ്റി കൊണ്ട് വരുന്ന ടൈമിൽ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, അതിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, എല്ലാമാണ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പറയുന്നുള്ളത്. പക്ഷെ ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഈ ഒരു പെന്റിക്കിളും കൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു വ്യക്തി ബാക്കിലേക്ക് വലിയും. അപ്പൊ അത് അവിടെ സ്റ്റക്ക് ആവും. അതോടുകൂടി ആ ആക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ആ ഒരു എനർജീസ്. ബട്ട് ഡോണ്ട് വറി, ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇയാളുടെ മെന്റൽ കോൺഫ്ലിക്റ്റ് ഒത്തിരി ഉണ്ട്, പക്ഷെ ഇവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ആ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് മാറുള്ളൂ, ഇവർക്കുള്ള ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും മാറത്തുള്ളൂ എന്ന് ഈ ഒരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് വരും. ആ ഒരു ടൈമിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. മെജിഷ്യന്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. മെജിഷ്യൻ, ബോട്ടം ഓഫ് ദി ഡെക്ക്, നയൻ ഓഫ് വൺസ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ വ്യക്തിയെ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് 24/7 ഈ വ്യക്തി ഇവരുടെ മൈൻഡിനോട് പറയുന്നത്. പക്ഷെ ഇവരുടെ സോള് അല്ലെങ്കിൽ ഇവരുടെ ഹേർട്ട് ട്രൂലി എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് 24/7 ഇവരുടെ മൈൻഡിൽ നിങ്ങളെ കൊണ്ടിടുന്നുണ്ട്. 24/7 ഇവരുടെ മൈൻഡിൽ നിങ്ങളെ കൊണ്ടിടുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സമാധാനം ഇല്ല. വല്ലാത്തൊരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം 100 പേരുടെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ പോലും, ലൈക്ക് ഒരു പാർട്ടിക്ക് പോയ ആള് നിന്നെന്ന് പറഞ്ഞാൽ പോലും ആള് തന്നെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിയാണ്, വെളിയിൽ നോക്കുമ്പോൾ നല്ല രീതിക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ കഴിയുവാണ് ആൾക്ക്. ഫീലിങ്സ് ഇല്ല, ഇമോഷൻസ് ഇല്ല, നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുള്ള ഒരു കാര്യമായിരിക്കും അത്. പക്ഷെ ഇവരുടെ ഇൻസൈഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഒരിക്കലും നിങ്ങളെ എക്സ്പ്രസ് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു വ്യക്തി. എന്താണ് ഇവർ എക്സാക്ട് നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നത്, എക്സാക്ട് എന്താണ് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, ഫീലിങ്സ്, ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലും ഇവർ നിങ്ങൾക്ക് അറിയത്തില്ല. ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്യേണ്ടതായിട്ട് ഒന്ന് ലൈക്ക് വീട്ടിലാരോ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വിടും. 1 മിനിറ്റ് പോലും നിന്നുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പോകുന്നു. മമ്മി ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട്. അപ്പൊ നമ്മള് മെജിഷ്യന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മെജിഷ്യന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി പറഞ്ഞു 24/7 മൈൻഡില് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, 24/7 ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ നമുക്ക് ഇവിടെ സയൻസ് കാണുമ്പോൾ മെർക്കുറിയുടെ എനർജീസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്നുള്ളത്. സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് എഗെയിൻ കണക്റ്റഡ് ആവും, എഗെയിൻ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവിടെ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് എഗെയിൻ ഇവരുടെ മൈൻഡിൽ എന്താ വരുന്നതെന്ന് അറിയോ? ഇവർക്ക് ഭയങ്കരമായിട്ടും റിജക്ഷന്റെ ഫിയർ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് റിഗ്രഷൻ ഉണ്ട്. എന്താണോ ഇവർ നിങ്ങളോട് ചെയ്തത് അതിന് റിഗ്രഷൻ ഉണ്ട്. നേരത്തെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ കാലൊക്കെ പിടിച്ച് നടക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസിന് ഒരു വാല്യൂ തന്നിട്ടില്ല. അപ്പൊ ഇവർക്കൊരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എന്താ പറയാ, നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓഫർ കൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നാല്
ഇനി നിങ്ങൾ സെയിം എന്താണോ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ചെയ്തത്, ഈ ഒരു വ്യക്തി എന്താണോ നിങ്ങളോട് ചെയ്തത്, ഈ ഒരു എനർജി നിങ്ങൾ ഇവരോട് ചെയ്യുന്ന നല്ലൊരു ഫിയർ ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. സോ ആ ഒരു ഫിയർ ഈ ഒരു വ്യക്തിയെ നന്നായിട്ട് ഹോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിക്ക് ഡൗൺ ആണ്, ടോട്ടലി ഡൗൺ ആണ്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജീസ്, തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ പ്രത്യേകിച്ച് ഇമോഷൻസും ഫീലിങ്സും ഉള്ളതായിട്ടൊന്നും എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളെ മിസ് ചെയ്യുന്നത്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. ഒരു വല്ലാത്ത ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സന്റെ. നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ യെസ്, ഹി ഈസ് മിസ്സിങ് യു അല്ല ഷീ ഈസ് മിസ്സിങ് യു വെരി മച്ച്. ഒത്തിരി അധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി, ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വീണ്ടും നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താണോ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ തരാം. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇവിടെ ഈ ഒരു വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം, സെയിം ആ ഒരു ഇമോഷൻസ്, ആ ഒരു ആ ഒരു ലവ്, ആ ഒരു കെയർ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് റിട്ടേൺ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് റീവിസിറ്റിംഗ് ദ പാസ്റ്റ് എനർജീസ് ആണ്, മെമ്മറീസ് ഓഫ് ലവിന്റെ കാഴ്ച ആണ്. സോ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തി ഇപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ അവർക്ക് ആ ഒരു സോൾ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലരുടെയൊക്കെ കൂടെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായതിനു ശേഷവും ഈ ഒരു വ്യക്തിക്ക് എന്താ പറയാ, ഒരു ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ഇവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവരുടെ ലൈഫിൽ ആരുമില്ല. മേ ബി നിങ്ങളായിരിക്കണം ആ ഒരു റോളിൽ ഇവിടെ കണക്ഷനിൽ നിന്നിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ഗൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും. അപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും ഇവർക്ക് നിങ്ങളുടെ ഗൈഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെന്നുള്ളൊരു വ്യക്തി. നിങ്ങൾക്ക് വളരെയധികം പ്രയോറിറ്റി തരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നതെന്നുണ്ടെങ്കിലും സെയിം എനർജീസ് ആണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കാം, നല്ല ഫ്രണ്ട്സ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കാം, മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും. അവര് നിങ്ങളെ നഷ്ടപ്പെട്ടത് ഒരു തീന നഷ്ടമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഈഗോ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അവർ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. പക്ഷെ അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ മറന്നു പോയിട്ടില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നിങ്ങൾ കുറെ കാലമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലായിരിക്കാം രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അവർ നേരത്തെ പോലെ തന്നെ ആ ഒരു സെയിം ഫ്രണ്ട്ഷിപ്പിന്റെ എനർജിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജീസും ഒക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു എനർജിയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിലും. ബിക്കോസ് നിങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ, ചില കൂട്ടുകാരൊക്കെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ്, അവർ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ടൈമിലും നമ്മളോട് കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് മറക്കാൻ ബുദ്ധിമുട്ടാണ്. സെയിം അതുപോലെ തന്നെ ഇവർക്കും ഫീലിങ്സ്, ഇമോഷൻസ്, ലവ്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളിലൂടെ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ മാരിഡ് ആണ്, ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കാണുന്നതെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാരിഡ് മാത്രമല്ല, നിങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരു ആൺകുട്ടി ഉണ്ടാവും, ഒരു പെൺകുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ 2 പെൺകുട്ടികളായിരിക്കാം. എനിക്ക് കൂടുതലായിട്ടും 2 പെൺകുട്ടികളാണെന്നുള്ളൊരു എനർജീസ് ഫീൽ ചെയ്യുന്നു. ഒരെണ്ണം കുഞ്ഞു കൊച്ചായിരിക്കാം, ജസ്റ്റ് റീസെന്റ് ആയിട്ട്. ഒരാൾ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജി എന്ന് വെച്ചാൽ ഒത്തിരി മെച്യൂർ എന്നല്ല, അത്യാവശ്യം നല്ല ചെറിയ 3-ലും 4-ലും ഒക്കെ പഠിക്കുന്ന ഒരു എനർജീസും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് മെസ്സേജ് ആണ് ഇത്. നിങ്ങൾക്ക് ഇനി പിള്ളേരില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കയറി പിടിക്കേണ്ട. അങ്ങനെ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കമന്റ് സെക്ഷനിൽ വന്ന്. ആ ഒരു എനർജീസ് ആണ് കേട്ടോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ആള് തിരിച്ച് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ
വെരി സൂൺ നിങ്ങൾക്കൊരു 10 monthsനുള്ളിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവും. നിങ്ങൾ എങ്ങനെയുള്ള ഒരു ഫാമിലി ലൈഫാണോ ആഗ്രഹിച്ചത്, ആ ഒരു ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി തരുന്നുണ്ടോ? ആ ഒരു സ്നേഹം, ആ ഒരു കെയർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങളുടെ ഹസ്ബൻഡ് ജീവിക്കുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിനെ ഒക്കെ വിട്ടിട്ട് എനിക്ക് നീ മതി, നമ്മുടെ പിള്ളേര് മതി എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു എനർജിയിൽ ഒരു വ്യക്തി തിരിച്ചു വരുന്നുണ്ടാവാം. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഫൈനലി ഇവർ നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കുന്നുണ്ടാവും എന്ന് വേണം നമുക്ക് പറയാം. ടൗൺ ആണ് ഈ ഒരു വ്യക്തി. നിങ്ങളോട് ചെയ്ത എന്താണോ ഈ ഒരു വ്യക്തിക്ക് അതിന് റിഗ്രഷൻ ഉണ്ട്. നിങ്ങളെ ഈ ഒരു വ്യക്തി പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു എനർജി അതിൽ ഇവർക്ക് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരെ പറ്റിച്ചിട്ട് പോയല്ലോ, അത് മോശമായി, ഞാൻ ഒരിക്കലും അന്ന് അങ്ങനെ പറ്റിച്ചിട്ട് പോയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരത്തില്ല എന്നുള്ള ഒരു എനർജി. ഭയങ്കരമായിട്ടും എൻസൈറ്റിയിലും ഡിപ്രഷനിലും നിൽക്കുന്നുണ്ട്. നേരത്തെ ആണെങ്കിലും ഒരു വ്യക്തി ഒത്തിരി അധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ. സ്റ്റെപ്പ് ബാക്കിന്റെ എനർജീസ് ആയി ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആൻസൈറ്റിയുടെ എനർജീസ് കാണുന്നുണ്ട്. ഫിയർ, ഡിപ്രഷൻ, അല്ലെങ്കിൽ നേരെ ചൊവ്വനെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഒരു വ്യക്തിക്കാണെങ്കിലും നേരെ ചൊവ്വനെ ഉറങ്ങാൻ പറ്റുന്നില്ല. നല്ല രീതിക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു എനർജി ആ ഒരു വ്യക്തി പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ സ്റ്റേബിൾ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്ര വലിയ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ഈ ഒരു ടൈമിലില്ല. സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ എന്തെങ്കിലും കാര്യമൊക്കെ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും കാമായിട്ടും കൂളായിട്ട് ഇരിക്കുക. നിങ്ങളിങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ എന്താവും, ഇനി ഇങ്ങോട്ട് വരുത്താൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഇവിടെ ഉള്ളത്. ഞാനായിട്ട് ഇനി വരത്തില്ല, ഡിവൈൻ ആയിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ, സോറി കേട്ടോ, സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ടാവാം, ടെക്നിക്സ് ട്രൈ ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കേട്ടോ. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒരു കംപ്ലീഷനിലേക്ക് വരാൻ പോവാ. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ഗോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടാൻ പോവാ. ഇനി നിങ്ങൾ കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് കിട്ടാൻ പോകുന്നു. മാരേജ് ആണെന്നുണ്ടെങ്കിൽ മാരേജ്, റീകോൺസിലേഷൻ ആണെങ്കിൽ റീകോൺസിലേഷൻ, അബൻഡൻസ്, എല്ലാ തരത്തിലും ഒരു അബൻഡൻസ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ വരാൻ പോവാണ്. അപ്പം ഈ ഒരു വ്യക്തിയാണേലും കരിയറിൽ ഫോക്കസ്ഡ് ആണ്, സെയിം ടൈം നിങ്ങളിലും ഫോക്കസ്ഡ് ആണ്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പ്ലീസ് guide me universe and the viewers and the person the current feelings എന്താണ്. Give me 2 cards. Thunderbolt, Dream. ഫൈറ്റിംഗിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഫൈറ്റിംഗ് മീൻസ് മെന്റൽ കോൺഫ്ലിക്റ്റിനെയാണ് കാണിക്കുന്നത്. നല്ല രീതിക്ക് മെന്റൽ കോൺഫ്ലിക്റ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. നിങ്ങളുടെ മൈൻഡ് പറയുന്നത് വേണ്ട, പോകണ്ട, ആക്ഷൻ എടുക്കണ്ട. ഹേർട്ട് പറയുന്നു വേണം. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഹേർട്ടിലാണ് കൊള്ളുന്നുള്ളത്. അതാണ് ഇവിടെ ഇയാൾക്ക് സഫർ ചെയ്തിരിക്കാൻ പറ്റാത്തത്. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ചിലർക്കൊക്കെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ എന്തായാലും ഇന്നൊക്കെ ആണെങ്കിലും ചിലർക്കൊക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആണ് എന്റെ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഡ്രീം കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ടാവാം. ഇവർക്ക് നൈറ്റ് ഡ്രീം കാണുന്നുണ്ടാവാം, നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടാവും. എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ ഒരു മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു, ചില സമയത്ത് ശരിക്കും ഒരു മൊത്തത്തിൽ ഒന്നിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഭയങ്കരമായിട്ടൊരു ബേർഡൻ ഫീൽ, ടെൻഷൻ ഫീൽ ചെയ്തൊരു എനർജി എനിക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കണക്ഷനിൽ ഇനി വല്ല ചേഞ്ചസും ഉണ്ടാവുമോ എന്ന് ഓർത്ത് നിങ്ങൾ വറീഡ് ആയിട്ടായിരിക്കുന്നെങ്കിൽ ഡോൺ വറി. വറീഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തണ്ടർബോൾട്ടിന്റെ എനർജിയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കൊരു റീകോൺസിലേഷൻ ഉണ്ടാവും. ഇവിടെ ഈ ഒരു കണക്ഷനിൽ സഡൻ ടവർ മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ലൈക്ക് ആ ഒരു ടവർ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്ത് പ്രെയർ ആണോ, നിങ്ങളുടെ കണ്ണുനീരാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ജസ്റ്റിസ് ആവാം, എന്ത് വേണേലും പറയാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനിൽ എൻട്രി ചെയ്ത് ഈ ഒരു വ്യക്തിയെ ട്രിഗർ ചെയ്യാണ്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ടെസ്റ്റിംഗ് പീരീഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കണക്ഷന്റെ ഇയാൾ എത്രമാത്രം ലോയൽ ആയിട്ടും ജെനുവിൻ ആയിട്ടും ഈ ഒരു കണക്ഷനിൽ നിൽക്കും, എത്രമാത്രം നിങ്ങളോട് ജെനുവിൻ ആയിട്ട് സ്നേഹം ഉണ്ടായിരുന്നൊക്കെ ഈ ഒരു വ്യക്തി യൂണിവേഴ്സിന്
യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നിങ്ങൾ വറീഡ് ആവണ്ട. യൂണിവേഴ്സ് ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാം പക്കയാക്കി കൈ തരുന്നുണ്ടാവും. സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. മാനിഫെസ്റ്റേഷൻസ് പ്രേയേഴ്സ് ഒക്കെ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് പ്രേയേഴ്സ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ മാനിഫെസ്റ്റേഷനും പ്രേയറും ഒക്കെ ചിലതൊക്കെ ഞാൻ അയാളുമായിട്ട് സെപ്പറേറ്റഡ് ആയി, അയാൾ വന്നുമില്ല, 2 ദിവസം ചെയ്തിട്ട് പറയും അയാൾ വന്നില്ലല്ലോ എന്ന് പറയും. നമ്മുടെ വൈബ്രേഷൻ വളരെ ലോയും ആയിരിക്കും ആ ടൈമിൽ. പിന്നെ ഒരു മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും ചെയ്യുന്നത് പോലും നിർത്തുന്നുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ ഇന്നർ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരാളുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മളുടെ മോക്ഷം എന്നുള്ള ഒരു എനർജിയും കൂടി അത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ബാഡ് കർമാസിനെയും റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കർമ്മ എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു കർമ്മനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത്, മന്ത്രാസ് ചാൻറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മന്ത്രാസ് ഒക്കെ ചാൻറ്റ് ചെയ്യുന്നതിന് പല പല ബെനിഫിറ്റ്സ് ആ, ഒരു ബെനിഫിറ്റ്സ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയി എന്ന് വെച്ചിട്ട് നമ്മളാരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സോ മെഡിറ്റേഷൻസോ ഒന്നും ചെയ്യാതിരിക്കേണ്ട. അത് ഈ ഒരു ബെനിഫിറ്റ്സ് മാത്രമല്ല ഒരു കാര്യം ചെയ്യുന്നതിന്, പല പല ബെനിഫിറ്റ്സുകളുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നല്ലൊരു എനർജി ആയിരുന്നു. ഇവിടെ ഒരു സഡൻ ടവർ മൊമെന്റ് വരാൻ പോവാണ്. സോ ക്ലീൻ ചെയ്യുക ഒരു എനർജീസിനെ. ഓക്കെ, 555 ക്ലെയിം ചെയ്യുക കേട്ടോ. 555 ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നുള്ളത്. സോ 1111 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.